ക്യാമറ റെഡിയാണോ? ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിനു മുമ്പ് പല ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനോ അതിൻ്റെ മേക്കിംഗ് സമയത്ത് എടുത്ത ഫോട്ടോസ് പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് ഇതിനെ എങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം വ്ളോഗായിട്ട് ചെയ്യുക എന്നുള്ളത്. ആ വ്ളോഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അതിലേക്ക് വരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആണ് ഒരു ചാലഞ്ചായിട്ട് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ഷോർട്ട് ഫിലിം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ചലഞ്ചൊക്കെയാണ് ഫസ്റ്റ് വ്ളോഗിലുള്ളത്. 2 മിനിറ്റിനുള്ളിൽ ഒരു റോംകോം. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ഇതിനെ ഒപ്പിച്ചെടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതാണ് സത്യം. നമുക്കൊരു മെയിൻ പ്രശ്നം സ്റ്റോറി തന്നെയായിരുന്നു. സ്റ്റോറി നമ്മൾ കുറച്ച് ആലോചിച്ചു. പിന്നെ മാക്സിമം ക്യാരക്ടേഴ്സും ചെറുതാക്കണം, ബഡ്ജറ്റ് കട്ട് ചെയ്യണം, അങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ലൈനിൽ എത്തിയത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 പേര് ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ കഥ സെറ്റ് ചെയ്തു. പിന്നെ അതിനുവേണ്ടി അന്വേഷണങ്ങൾ, ഒരു നായകൻ, ഒരു നായിക, അതുപോലെ ഈ പറഞ്ഞ ലൊക്കേഷന് വേണ്ടി തന്നെ നമ്മൾ കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വ്ളോഗ് സ്വാഭാവികമായിട്ട് ഈ വ്ളോഗ് ഇത്രയും എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു 2 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമേ ഉള്ളൂ. പക്ഷെ അത് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എപ്പോൾ ഇറങ്ങും. അപ്പോൾ അതിന് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെയൊക്കെ ജോലി തിരക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഞായറാഴ്ചകൾ അല്ലെങ്കിൽ ശനിയാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഈ മേക്കിംഗ് മൊത്തം വ്ളോഗ് ആക്കണം എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ടും നമ്മൾ എത്രയും ലേറ്റ് ആയി. പിന്നെ ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിം നമുക്കും ഒരു എക്സസൈസാണ്. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെയും പഠിക്കുകയാണ്. ശരിക്കും നമ്മൾക്ക് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ട് ഒരു സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സീൻ പോലെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിൽ കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1-2 പേര് നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവരുടെ തിരക്ക് കാരണവും പിന്നെ നമ്മുടെ കുറച്ച് തിരക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണവും അത് വ്ളോഗ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. മ്യൂസിക്കിന് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കാരണം മ്യൂസിക് ചെയ്തത് വിനീത് എന്ന് പറഞ്ഞ നമ്മുടെ ആരും കാണാതെ ഷോർട്ട് ഫിലിം മ്യൂസിക് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ നമ്മൾ കാര്യം പറയുകയും പിന്നെ അങ്ങനെ വിഷ്വലൈസ് എടുത്തിട്ട് പുള്ളി തന്നെ മിക്സ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത് നമുക്ക് വ്ളോഗ് ചെയ്യാം. അങ്ങനെ ഈ 2 കണ്ടൻറ്റാണ് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റാതെ പോയത്. ഇനി വ്ളോഗ് കുറച്ചിട്ട് മാക്സിമം കണ്ടന്റുകൾ ഷോർട്ട് ഫിലിമായിട്ടോ കണ്ടന്റുകളായിട്ടുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്തിട്ട് വലിയ ഗ്യാപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് വീഡിയോസ് ഇടാനാണ് നമ്മുടെ പ്ലാനിങ് ഇനി. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ അങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫ്രഷ് ആയിട്ട് പുതിയ കണ്ടന്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ചാനലാണ്, ചെറിയ ചാനലാണ് ഷോർട്ട് കട്ട്സ്. പക്ഷേ നമ്മൾ ആ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എഫേർട്ട് പാഴായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷം കമൻസിൽ ഒരുപാട് കമൻസ് ഒന്നും വന്നില്ലെങ്കിലും കുറേ പേര് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞൊരു അഭിപ്രായമാണ് ഇത് ഒരുപാട് പെട്ടെന്ന് തീർന്നു പോയി, കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ. മോസ്റ്റ്ലി എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ ഇനി അവരെ വെച്ചിട്ട് ഇനിയും പാർട്ടുകൾ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നു. അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യമാണ്. നമ്മുടെ ആ എടുത്ത എഫേർട്ടിന് ആ ഒരു വാല്യൂ തന്നിട്ട് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റ്സ് ആയിട്ട് വരാൻ ശ്രമിക്കും. പിന്നെയും തുടരണം ആഗ്രഹമുണ്ട്. നമ്മൾ ഇനിയും ഈ പറഞ്ഞ പോലെ മാക്സിമം വെറൈറ്റി എൻ്റർടൈനിങ് വീഡിയോസ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് സബ്ജക്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കും. ഷോർട്ട് ഫിലിംസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്ളോഗ് മാക്സിമം കുറച്ചിട്ട് കണ്ടൻസ് ചെയ്യുക, അതൊക്കെയാണ് ഇനിയുള്ള പ്ലാനിങ്ങുകൾ. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു.